അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു പെൺകുട്ടി അവളുടെ രണ്ടാനമ്മയുടെ വീട്ടിൽ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുവാണ്. അങ്ങനെ ഒരിക്കൽ അവൾ ഒരു കിണറ്റിനടുത്തുനിന്ന് ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് കാല് തെറ്റിയവൾ നേരെ കിണറ്റിലേക്ക് വീഴുന്നത്. അതോടെ ആ കിണറവളെ ഒരു മായാജല ലോകത്തിലേക്ക് കൊണ്ടുപോയി. ആ മായാജല ലോകത്തിൽ അവൾക്ക് നേരിടേണ്ടി വന്ന കാര്യങ്ങളാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. കൂടുതൽ പറഞ്ഞു വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ആയി കഥയിലേക്ക് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് മനോഹരമായ ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ ഹസ്ബൻഡ് മരിച്ചുപോയ ഒരു ലേഡി ഉണ്ടായിരുന്നു. ആ ലേഡിക്ക് മൊത്തം 2 പെൺകുട്ടികൾ. അതിൽ ഈ മൂത്ത പെൺകുട്ടിയാണ് ഇവൾ അവരുടെ സ്വന്തം മകളൊന്നുമല്ല, സ്റ്റെപ്പ് ഡോട്ടർ ആണ്. ഇവളുടെ അമ്മ മരിച്ചതിന് ശേഷമാണ് ഇവളുടെ അച്ഛൻ ഈ ലേഡി വിവാഹം ചെയ്യുന്നത്. ഇവളുടെ പേര് മേരി എന്നാണ്. മേരിയാണ് നമ്മുടെ സിനിമയിലെ നായിക. നായികയ്ക്ക് ഒരു സ്റ്റെപ്പ് സിസ്റ്റർ ഉണ്ട്, ഇവളുടെ പേര് ലൂയിസ്. അങ്ങനെ നായികയും ലൂയിസും നന്നായി ഉറങ്ങിക്കിടക്കുമ്പോഴാണ് അവരുടെ നായ്ക്കുട്ടി വന്ന് നായിക എഴുന്നേൽപ്പിക്കുന്നത്. ഈ നായ്ക്കുട്ടിയുടെ പേര് സ്നോവി എന്നാണ്. നായികയും സ്നോവിയും നല്ല കൂട്ടുകാരാണ്. എന്നാൽ ലൂയിസിനാകട്ടെ സ്നോവിയെ ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ സ്നോവിയുടെ സൗണ്ട് കേട്ടതും ലൂയിസ് ചാടി എഴുന്നേറ്റ് നായികയോട് പറഞ്ഞു, നീയാണോ ഇതിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചത്? എനിക്കൊന്ന് സമാധാനമായി ഉറങ്ങണമെന്നും പറഞ്ഞു അവൾ വീണ്ടും ബെഡിലേക്ക് കിടന്നു. എന്നാൽ ഇത് കേട്ടത് നായിക പറഞ്ഞു, നീ വീണ്ടും കിടക്കുവാണോ? നമുക്കിന്ന് ഒരുപാട് ജോലികളുണ്ട്, ബാ പോയി നമുക്ക് ആ ജോലികളെല്ലാം ചെയ്യാം. ഏയ് ഞാനില്ല, എനിക്ക് നല്ല ബോഡി പെയിൻ ഉണ്ട്, എന്റെ ജോലിയും കൂടി നീ അങ്ങ് ചെയ്തേക്കെന്നും പറഞ്ഞു ലൂയിസ് വീണ്ടും ഉറങ്ങാൻ തുടങ്ങി. ഇവൾ എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നായിക അതൊന്നും മൈൻഡ് ആക്കാതെ സ്നോവിക്ക് ഫുഡും കൊടുത്തോണ്ട് നിൽക്കുമ്പോഴാണ് തൊട്ടടുത്തുള്ള ഒരു ബേക്കറി കടക്കാരൻ നായികയുടെ കയ്യിൽ ഒരു ബ്രെഡ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അവൾ അതും വാങ്ങി നേരെ അവളുടെ സ്റ്റെപ്പ് മദറിന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ട് ലൂയിസിനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച് ആ ബ്രെഡ് 3 പീസായി കട്ട് ചെയ്ത് 3 പേരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ തുടങ്ങി. എന്നാൽ ആ ബ്രെഡിലുണ്ടായിരുന്ന ഒരു ബദാം നായികയുടെ സ്റ്റെപ്പ് മദറിന്റെ പല്ലിൽ കൊണ്ടു. അതോടെ അവർക്കൊക്കെ ദേഷ്യം വന്നു. ആരെങ്കിലും ബ്രെഡിൽ ബദാം വെക്കൂ, ഇത് കഴിക്കുന്നതിലും നല്ലത് നമ്മൾ പട്ടിണി കിടക്കുന്നതാണെന്നും പറഞ്ഞ് ആ ബ്രെഡ് അവർ ജനൽ വഴി പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അവർ 2 കുട്ടികളോടും പറഞ്ഞു, മതി കഴിച്ചത്, പോയി 2 പേരും ജോലി ചെയ്യാൻ നോക്ക്. എന്നാൽ ഇത് കേട്ടത് ലൂയിസ് പറഞ്ഞു, അമ്മ ഇന്ന് എനിക്ക് ഒട്ടും വയ്യ, ഞാൻ റെസ്റ്റ് എടുക്കാൻ പോകുക. ആണോ, നിനക്കൊട്ടും വയ്യേ? നിനക്ക് വയ്യെങ്കിൽ നീ ജോലിയൊന്നും ചെയ്യണ്ട, പോയി റെസ്റ്റ് എടുത്തോ. മേരി ഇവളുടെ ജോലി കൂടി എന്നത്തെയും പോലെ നീ ചെയ്തോ എന്നും പറഞ്ഞ് അവരവിടുന്ന് പോയി. എന്നാൽ അവരവിടുന്ന് പോയി കഴിഞ്ഞതും ലൂയിസ് നായികയെ നോക്കി കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. ലൂയിസ് എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഓരോ കള്ളം പറഞ്ഞ് അവളുടെ ജോലി കൂടി നായികയെ കൊണ്ട് ചെയ്യിപ്പിക്കും. എന്നാൽ നായിക അതിലൊന്നും പരാതി പറയാതെ വീട്ടിലെ എല്ലാ ജോലികളും ഒറ്റയ്ക്ക് ചെയ്യുമായിരുന്നു. എന്നാൽ ഇതേ സമയം നായികയുടെ സ്റ്റെപ്പ് മദർ വീട്ടിനകത്തു നിന്ന് എന്തൊക്കെ ജോലികൾ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ ബേക്കറി കടക്കാരൻ ജനലിന്റെ അടുത്തേക്ക് വന്ന് അവരോട് ചോദിക്കുന്നത്, ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി ഒരു ബ്രെഡ് കൊടുത്തു വിട്ടായിരുന്നു, അത് നിനക്ക് ഇഷ്ടപ്പെട്ടോ? എന്നാൽ ഇത് കേട്ടതും അവർ പറഞ്ഞു, ഇതൊക്കെ ഒരു ബ്രെഡ് ആണോ? ബ്രെഡിൽ ആരെങ്കിലും ബദാം വെക്കൂ, അതുകൊണ്ട് അതെനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. എന്നാൽ ഇതേ സമയം ഇവിടെ നായിക ജോലികളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ ഗ്രാമത്തിലെ പ്രായമായ ഒരാൾ അവളുടെ അടുത്തേക്ക് വരുന്നത്. അവൾ എന്നും ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലികൾ ചെയ്യുന്നത് അയാൾ എല്ലാ ദിവസവും കാണുമായിരുന്നു. അതുകൊണ്ട് അയാൾ അവൾക്ക് നല്ല ഭംഗിയുള്ള ഒരു ബട്ടൺ സമ്മാനമായി കൊടുത്തു. ഇതെന്റെ ചെറിയൊരു സമ്മാനമാ, നീ ഇത് വെച്ചോ എന്നും പറഞ്ഞ് അയാൾ അവിടുന്ന് പോയി. എന്നിട്ട് നായിക ഒരു കിണറ്റിന്റെ അടുത്ത് പോയിരുന്ന് പഞ്ഞി നൂലാക്കി മാറ്റുന്ന ഒരു മെഷീനിൽ ജോലിയൊക്കെ ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴാണ് ലൂയിസയുടെ വഴിയിലിരുന്ന് മേക്കപ്പ് ഇട്ടോണ്ടിരിക്കുന്നത്. നായിക കണ്ടതും അവൾ ചോദിച്ചു, നിന്റെ ഡ്രസ്സിലിരിക്കുന്ന ആ ബട്ടൺ കൊള്ളാമല്ലോ, നല്ല രസമുണ്ട് കാണാൻ. അല്ല, നിനക്കത് എവിടുന്ന് കിട്ടി? അതെനിക്കൊരാൾ തന്നതാണെന്നും പറഞ്ഞ് നായിക അവിടുന്ന് നടന്നുപോയി. എന്നാൽ ലൂയിസിന് ആ ബട്ടൺ ഒരുപാട് അങ്ങ് ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അത് അവളുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റണമെന്ന് അവൾ പ്ലാൻ ചെയ്യുവാണ്. അന്ന് രാത്രി നായിക ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ലൂയിസ് ആ ബട്ടൺ മോഷ്ടിക്കാനായി വരുന്നത്. എന്നാൽ കറക്റ്റ് ടൈമിൽ സ്നോവി കുരച്ച് നായിക എഴുന്നേൽപ്പിച്ചു. ചാടി എഴുന്നേറ്റത് നായിക, നിനക്ക് എന്താ വേണ്ടെന്ന് ചോദിച്ചു. നിന്റെ കയ്യിലുള്ള ആ ബട്ടൺ ഇല്ലേ, അത് നിനക്ക് എവിടുന്ന കിട്ടിയ, സത്യം പറഞ്ഞോ? നായിക അത് ആരാ അവൾക്ക് കൊടുത്തത് എന്നുള്ള എല്ലാ കാര്യങ്ങളും അവളോട് പറഞ്ഞു. ഏയ്, നീ പറഞ്ഞതെല്ലാം നുണയാണ്, എനിക്കറിയാം നീ ഇത് എവിടുന്ന മോഷ്ടിച്ചതാ, മര്യാദക്ക് അതിങ്ങ് എനിക്ക് തന്നേക്ക്. ഏയ്, ഞാൻ മോഷ്ടിച്ചതൊന്നുമല്ല, അയാൾ എനിക്കത് തന്നതാ. നമ്മുടെ അച്ഛൻ മരിച്ചതിന് ശേഷം അച്ഛന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും നീയാ എടുത്തത്, ഇതെങ്കിലും ഒന്ന് എന്റെ കയ്യിൽ ഇരുന്നോട്ടെ. എന്നാൽ ലൂയിസ് ഒട്ടും വിട്ടുകൊടുത്തില്ല. ആ ബട്ടൺ എനിക്ക് വേണോന്നും പറഞ്ഞ് അവൾ അവിടെ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി. ശരി ശരി, വഴക്കൊന്നും വേണ്ട, നീ ഇത് എടുത്തോ എന്നും പറഞ്ഞ് നായിക ആ ബട്ടൺ അവൾക്ക് കൊടുത്തു. അങ്ങനെ തൊട്ടടുത്ത ദിവസമായതും ആ ബേക്കറി കടക്കാരൻ പുതിയൊരു ബ്രെഡ് ഉണ്ടാക്കി നായികയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. നായിക അപ്പോൾ തന്നെ അത് അവളുടെ സ്റ്റെപ്പ് മദറിന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. എന്നാൽ അവരത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു, ബ്രെഡ് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ ഷുഗർ ഒരുപാട് കൂടുതലാ, അതുകൊണ്ട് എനിക്കിത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്നും പറഞ്ഞ് ജനൽ വഴി അത് പുറത്തേക്ക് എടുത്തെറിഞ്ഞു. അപ്പോഴാണ് ലൂയിസ് അവളുടെ അമ്മയോട് പറയുന്നത്, അമ്മ ഇന്ന് നമ്മുടെ ഗ്രാമത്തിൽ ഒരു പാർട്ടി നടക്കാൻ പോകുമല്ലേ, അതുകൊണ്ട് ഞാൻ ആ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പൊയ്ക്കോട്ടെ. അത് കേട്ടതും അവളുടെ അമ്മ പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോഴാണ് നായികയും പറയുന്നത്, എന്നാൽ ഞാനും കൂടി ആ പാർട്ടിക്ക് പൊയ്ക്കോട്ടെ? വേണ്ട വേണ്ട, നീ എങ്ങും പോകണ്ട, നീയും കൂടി പോയാൽ ഇവിടുത്തെ ജോലികളൊക്കെ ആര് ചെയ്യും? അതുകൊണ്ട് നീ ഇവിടുന്ന്
ജോലി ചെയ്യാൻ നോക്ക്. അങ്ങനെ കുറച്ചു കഴിഞ്ഞത് ലൂയിസ് പാർട്ടി അറ്റൻഡ് ചെയ്യാനായി പോയി. അവിടെ സ്റ്റീഫൻ എന്ന പേരുള്ള ഒരു പയ്യനുണ്ടായിരുന്നു. അവന് ചെറിയൊരു വിക്കുണ്ട്. അതുകൊണ്ട് സംസാരിക്കുമ്പോഴൊക്കെ അവൻ വിക്കിയാണ് സംസാരിക്കുന്നത്. അവൻ നേരെ ലൂയിസിന്റെ അടുത്ത് ചെന്ന് നമുക്കൊന്ന് ഡാൻസ് ചെയ്താലോ എന്ന് വിക്കി ചോദിച്ചു. എന്നാൽ അവന്റെ വിക്കിയുള്ള സംസാരം ലൂയിസിന് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, നിന്റെ കൂടെ ഞാൻ ഡാൻസ് ചെയ്യാനോ, ഒന്ന് പോടാ അവിടുന്ന്. ഇത് കേട്ടതും സ്റ്റീഫൻ ആകെ സങ്കടപ്പെട്ട് അവിടുന്ന് നടന്നുപോയി. ഇതേ സമയം ഇവിടെ നായിക ഒരു കിണറ്റിനടുത്തിരുന്ന് ആ മെഷീനിൽ പഞ്ഞി നൂലാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ആ മെഷീനിലെ സൂചി കൊണ്ട് അവളുടെ കൈ മുറിയുന്നത്. വേദന കൊണ്ട് അവൾ കൈമുക്കിയതും മുറിവിൽ നിന്ന് 2 തുള്ളി ബ്ലഡ് ആ നൂലിൽ വീണു. അയ്യോ, ഈ നൂലിൽ ആകെ ബ്ലഡ് ആയല്ലോ. അമ്മ എങ്ങാനും കണ്ടാൽ എന്റെ കാര്യം തീർന്നു. പെട്ടെന്ന് ഇതങ്ങ് കഴുകി കളയാമെന്നും പറഞ്ഞ് ആ നൂലും എടുത്തോണ്ട് അവൾ നേരെ കിണറ്റിനടുത്തേക്ക് പോയി നോക്കിയപ്പെടുത്ത കിണറ്റിന് നല്ല ആഴമുണ്ടായിരുന്നു. കൈ നീട്ടി അവൾ ആ നൂല് കഴുകാൻ നോക്കിയതും കൈ തെറ്റി നൂല് നേരെ കിണറ്റിലേക്ക് വീണു. അപ്പോഴാണ് അവൾ അവിടെ ചെറിയൊരു കമ്പ് കിടക്കുന്നത് കാണുന്നത്. അവൾ ആ കമ്പെടുത്ത് കിണറ്റിലേക്ക് കൈയിട്ട് വെള്ളത്തിൽ വീണ നൂലെടുക്കാൻ നോക്കുവാണ്. പെട്ടെന്നാണ് അവൾ കാല് തെറ്റി നേരെ കിണറ്റിലേക്ക് വീഴുന്നത്. നായിക കിണറ്റിൽ വീഴുന്നത് കണ്ട സ്നോവി ഓടി വന്ന് നോക്കിയപ്പെടുത്ത കിണറ്റിലുള്ള ഒരു വലിയ ചുഴിയിൽപ്പെട്ട് അവൾ താഴേക്ക് പോകുന്നു. അങ്ങനെ ചുഴിയിൽപ്പെട്ട നായിക ഏതോ ഒരു മായാജല ലോകത്തിലെത്തി. അവിടെ മുഴുവനും മനോഹരമായ പൂക്കളും ചെറിയ ചെറിയ നദികളും പിന്നെ പലതരത്തിലുള്ള പഴങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ നായിക ആ സ്ഥലത്തിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചു നിൽക്കുമ്പോഴാണ് ഒരു കാക്ക അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ പേര് ചോദിക്കുന്നത്. ഒരു കാക്ക സംസാരിക്കുന്നത് കണ്ട് അവളാകെ ഞെട്ടിപ്പോയി. അത് മാത്രവുമല്ല, അവളുടെ കഴുത്തിൽ ഒരു നെക്ലേസ് ഉണ്ടായിരുന്നു. അതിപ്പോൾ ആ കാക്കയുടെ കയ്യിലിരിക്കുന്നു. അത് കണ്ടത് നായിക ചോദിച്ചു, ഞാനിപ്പോൾ എവിടെയുള്ളത്? അല്ല, എന്റെ നെക്ലേസ് എങ്ങനെ നിന്റെ കയ്യിൽ വന്നു? അത് കേട്ടതും ആ കാക്ക പറഞ്ഞു, നീ ഇപ്പോൾ ഉള്ളത് ഫെയറി ഗോഡ്മദറിന്റെ ലോകത്തിലാണ്. നിനക്ക് ചുറ്റും കാണുന്ന എല്ലാ സ്ഥലങ്ങളും അവർക്ക് സ്വന്തമാണ്. പിന്നെ നിന്റെ ഈ നെക്ലേസ് അത് ഞാൻ തിരിച്ചു തരാം. ഞാനിപ്പോൾ എന്റെ ഭാവി വധുവിനെ തിരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അവളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തത്. എനിക്ക് നല്ലൊരു വധുവിനെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായും ഞാനിത് തിരിച്ചു തരാം. എന്നാൽ ഇതെല്ലാം കേട്ടത് നായിക പറഞ്ഞു, നീ കാണാൻ നല്ല സുന്ദരനാണ്. നിനക്ക് നല്ലൊരു വധുവിനെ കിട്ടാൻ ഈ നെക്ലേസിന്റെ ആവശ്യമൊന്നുമില്ല. നിന്നെ കണ്ടാൽ തന്നെ ആരും ഇഷ്ടപ്പെട്ടു പോകും. നീ പറഞ്ഞതൊക്കെ ശരി തന്നെ. എന്നാലും എനിക്ക് നല്ലൊരു ജോഡി കിട്ടിയിട്ട് ഞാനിത് തിരിച്ചു തരാമെന്നും പറഞ്ഞ് ആ കാക്ക അവിടുന്ന് പോയി. അപ്പോഴാണ് ഒരു പുഴു നായികയുടെ കയ്യിലിരുന്ന് സംസാരിക്കുന്നത്. നീ പേടിക്കേണ്ട, അവനത് തിരിച്ചു തരും. അല്ല, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? സത്യം പറഞ്ഞ ഞാൻ എങ്ങനെ ഇവിടെ വന്നേന്ന് എനിക്കറിയില്ല. ഞാൻ കാല് തെറ്റി കിണറ്റിൽ വീണു. കുറച്ചു കഴിഞ്ഞ് നോക്കിപ്പിടുത്താ ഞാൻ ഇവിടെ കിടക്കുന്നു. എനിക്ക് തിരിച്ച് എന്റെ വീട്ടിലേക്ക് പോകണം. അതിന് എന്തെങ്കിലും വഴിയുണ്ടോ? അത് കേട്ടതും ആ പുഴു പറഞ്ഞു, എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ ഫെയറി ഗോഡ് മദറിന് നിന്നെ ഉറപ്പായി സഹായിക്കാൻ പറ്റും. നേരെ അവരുടെ വീട്ടിലേക്ക് ചെല്ല്. ഉറപ്പായും അവർ നിന്നെ സഹായിക്കും. അങ്ങനെ അതെല്ലാം കേട്ട് നായിക കുറച്ചു ദൂരം നടന്നുപോയി. അപ്പോഴാണ് ആരോ എന്നെ സഹായിക്കണേന്ന് ഉറക്കം നിലവിളിക്കുന്നത്. സൗണ്ട് കേട്ട സ്ഥലത്തേക്ക് അവൾ പോയി നോക്കിയപ്പെടുത്ത അവിടെ വലിയൊരു അടുപ്പുണ്ടായിരുന്നു. ആ അടുപ്പിനകത്ത് നിന്ന സൗണ്ട് കേൾക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ അവൾ വളരെ കഷ്ടപ്പെട്ട് ആ അടുപ്പ് തുറന്ന് നോക്കിയപ്പെടുത്ത അകത്തുണ്ടായിരുന്ന ബ്രെഡാണ് അവിടെ കിടന്ന് നിലവിളിച്ചത്. അങ്ങനെ അവൾ ആ ബ്രെഡ് പതിയെ പുറത്തേക്ക് എടുത്തു വെച്ചു. ഞങ്ങളെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. കുറച്ചു നേരം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായും ഞങ്ങൾ കരിഞ്ഞു പോയേനെ. എന്നാൽ ഇതേ സമയം ഇവിടെ സ്നോവി നായിക തിരിച്ചു വരുമെന്നും കരുതി ആ കിണത്തിന്റെ അടുത്ത് തന്നെ കാത്തിരിക്കുവാണ്. എന്നാൽ ഇവിടെ നായിക പിന്നെയും കുറച്ചു ദൂരം നടന്നു പോയപ്പോഴാണ് അവിടെ ഒരു ആപ്പിൾ മരം അവൾ കാണുന്നത്. ആ മരം അവളെ നോക്കി എന്നെ ഹെൽപ്പ് ചെയ്യണേന്ന് പറഞ്ഞതും അവൾ നേരെ ആ മരത്തിനടുത്തേക്ക് ചെന്നു. എന്നിട്ട് ആ മരം അവളോട് പറഞ്ഞു, എന്റെ മരത്തിലെ എല്ലാ പഴങ്ങളും നന്നായി പഴുത്തു. അതുകൊണ്ട് എനിക്ക് വെയിറ്റ് താങ്ങാൻ പറ്റുന്നില്ല. എല്ലാത്തിനെയും ഒന്ന് ഇറക്കി വെക്കണം. അതുകൊണ്ട് നീ എന്നെ പിടിച്ച് ഒന്ന് കുലുക്കാമോ? അത് കേട്ടത് നായിക പറഞ്ഞു, നീ സങ്കടപ്പെടണ്ട, ഞാൻ നിന്നെ സഹായിക്കാമെന്നും പറഞ്ഞ് ആ മരത്തിന്റെ ഓരോ ചില്ലയിൽ പിടിച്ച് കുലുക്കാൻ തുടങ്ങി. അതോടെ ആ മരത്തിലുണ്ടായിരുന്ന എല്ലാ ആപ്പിളും താഴെ വീണു. എനിക്ക് നീ ചെയ്തു തന്ന ഈ സഹായത്തിന് ഒരുപാട് നന്ദിയുണ്ടെന്നും പറഞ്ഞ് ആ മരം അവളോട് താങ്ക്സ് പറഞ്ഞു. നീ ചെയ്തു തന്ന ഈ സഹായത്തിന് പകരമായി ഒരു ആപ്പിൾ എടുത്തോ. അത് കേട്ടത് നായിക അവിടെ കിടന്ന ഒരു ആപ്പിൾ എടുത്ത് കഴിക്കാൻ തുടങ്ങി. നിന്റെ ഈ ആപ്പിളിന് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ശരി, നമുക്ക് പിന്നെ കാണാമെന്നും പറഞ്ഞ് അവൾ അവിടുന്ന് നടന്നുപോയി. അപ്പോഴാണ് ഒരു ചിത്രശലഭം അവളുടെ ദേഹത്തേക്ക് വന്നിരിക്കുന്നത്. എന്നിട്ട് അവളോട് ചോദിച്ചു, നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ? നമ്മൾ മുൻപ് പരിചയപ്പെട്ടിട്ടുണ്ട്. കുറച്ചു മുൻപ് അവളുടെ ദേഹത്ത് ഒരു പുഴു വന്നിരുന്നില്ലേ? ആ പുഴു ചിത്രശലഭമായി മാറി വന്നതാണ്. നിന്നെ ഞാൻ മറക്കാനോ? നിന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നാൽ ഇത് കേട്ട പുഴു പറഞ്ഞു, ഞാൻ വിചാരിച്ചു നീ എന്നെ മറന്നു കാണുമെന്ന്. എന്തായാലും ആ ഫെയറി ഗോഡ് മദറിന്റെ വീട് ഇവിടെ അടുത്താണ്. ഞാൻ നിന്നെ അവിടേക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് ആ ചിത്രശലഭം അവൾക്ക് വഴി കാണിച്ചു കൊടുത്തു. അങ്ങനെ കുറച്ചു ദൂരം പോയതും അവർ ആ ഫെയറി ഗോഡ് മദറിന്റെ വീട്ടിലെത്തി. ദേ ഇവരാണ് ഫെയറി ഗോഡ് മദർ. നായികയെ കണ്ടതും അവർ അവളുടെ അടുത്തേക്ക് ഓടി വന്ന് പറഞ്ഞു, അറിയാ നീ എത്തിയോ? നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു. ഇത് കേട്ടത് നായിക ചോദിച്ചു, അല്ല എന്റെ പേരൊക്കെ എങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാം. എനിക്കറിയാത്ത ഒരു കാര്യവുമില്ല. നിനക്ക് വേണ്ടി ഞാൻ ഫുഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാ നമുക്ക് പോയി കഴിക്കാം. ഏയ് ഞാനില്ല, എന്റെ അമ്മയും അനിയത്തിയും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള വഴി നിങ്ങളൊന്ന് പറഞ്ഞു തരാമോ? അപ്പോഴാണ് നായികയുടെ വയറ്റിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നത്. അത് കേട്ട ഫെയറി ഗോഡ് മദർ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു, നിനക്ക് നന്നായി വിശക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആദ്യം നമുക്ക് ഫുഡ് കഴിക്കാം, എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ പിന്നെ തീരുമാനിക്കാം. അങ്ങനെ ഫെയറി ഗോഡ് മദർ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഫുഡ് കൊടുക്കാൻ തുടങ്ങി. ഇത്രയും ടേസ്റ്റുള്ള ഫുഡ് ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. ഇതെനിക്ക് തന്നതിന്
ഒരുപാട് നന്ദിയുണ്ട്. എന്നാൽ ഇത് കേട്ടതും ഫെയറി ഗോഡ്മദർ പറഞ്ഞു, ഇതുപോലെ ടേസ്റ്റുള്ള ഫുഡ് ഞാൻ നിനക്ക് ഡെയിലി തരാം. പക്ഷേ അതിനു പകരമായി വീട്ടിലെ ചെറിയ ചെറിയ ജോലികൾ നീ എനിക്ക് ചെയ്തു തന്നാൽ മതി. ചെടികൾക്ക് വെള്ളമൊഴിക്കുക, വീടൊക്കെ ക്ലീൻ ചെയ്യുക, അങ്ങനെയുള്ള ചെറിയ ജോലികൾ. എനിക്കറിയാം നിനക്ക് വീട്ടിലേക്ക് പോകാൻ നല്ല ആഗ്രഹമുണ്ടെന്ന്. പക്ഷേ ഒരുപാട് വർഷമായി ഞാനിവിടെ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് കുറച്ചുനാൾ നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ അതെനിക്ക് ഒരുപാട് സന്തോഷമാകും. ഇതെല്ലാം കേട്ട നായികയ്ക്ക് അവരെ കണ്ടതും ആകെ പാവം തോന്നി. പാവം ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ചുനാൾ ഇവരുടെ കൂടെ നിൽക്കാമെന്ന് അവൾ തീരുമാനിച്ചു. ഇതേ സമയം ഇവിടെ നായികയുടെ വീട്ടില് നായികയെ കാണാതായിട്ട് 7 ദിവസമായി. അവളുടെ അമ്മ അവളെ ആ ഗ്രാമം മുഴുവൻ അന്വേഷിച്ചു. എന്നിട്ടും അവളെ കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് അവൾ മരിച്ചുപോയെന്നാ കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നായിക ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ജോലിയും ഇപ്പോൾ ലൂയിസ് ചെയ്യേണ്ടി വന്നു. ലൂയിസിന് ഈ ജോലികളൊക്കെ ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലെങ്കിലും വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അവൾ അങ്ങ് ചെയ്യുന്നതാണ്. ഇതേ സമയം അവിടെ നായിക ആ ഫെയറി ഗോഡ്മദറിന്റെ വീട്ടിൽ ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് നേരത്തെ അവളുടെ നെക്ലേസ് എടുത്തുകൊണ്ട് പോയ ഒരു കാക്കയില്ലേ, ആ കാക്ക അങ്ങോട്ടേക്ക് പറന്നു വന്ന് നെക്ലേസ് അവൾക്ക് തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തു. എന്തുപറ്റി, നെക്ലേസ് തിരിച്ചു തന്നത് നല്ലൊരു പെണ്ണിനെ നിനക്ക് കിട്ടിയെന്ന് തോന്നുന്നു. ഏയ്, എനിക്കാരും കിട്ടിയില്ല. എന്റെ അടുത്തേക്ക് വന്നവർക്കെല്ലാം വേണ്ടത് ഈ നെക്ലേസ് ആണ്. ആർക്കും എന്നെ വേണ്ട. അതുകൊണ്ട് ഇതിനി എനിക്ക് വേണ്ട. ഇതില്ലാതെ ഒരു പെണ്ണിനെ കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. അതും പറഞ്ഞ് ആ കാക്ക ഇവിടുന്ന് പറന്നുപോയി. അപ്പോഴാണ് ഫെയറി ഗോഡ്മദർ അവൾക്കൊരു പുതിയ ഡ്രസ്സ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ആ ഡ്രസ്സ് അവൾ വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, കൊള്ളാം, നല്ല ഡ്രസ്സ്, എനിക്കിത് ഒരുപാടങ്ങ് ഇഷ്ടമായി. എന്നിട്ട് ആ ഫെയറി ഗോഡ്മദർ ഒരു മന്ത്രം ചൊല്ലി ആ ഡ്രസ്സ് അവൾക്ക് ഇട്ടുകൊടുത്തു. എന്നിട്ട് അവരൊരു മാജിക് ഇൻസ്ട്രുമെന്റ് വരുത്തി അത് പ്ലേ ചെയ്ത് രണ്ടുപേരും കൂടെ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ഇതേ സമയം ഇവിടെ നായികയുടെ ഗ്രാമത്തിൽ നായികയെ കാണാതായിട്ട് ഇപ്പോൾ 6 മാസമായി. ഇപ്പോഴും വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നത് ലൂയിസ് ആണ്. അവൾ നന്നായി ജോലി ചെയ്തത് കൊണ്ട് അവളുടെ അമ്മ അവളെ വഴക്ക് പറഞ്ഞു. അത് കേട്ടതും ലൂയിസിനൊക്കെ ദേഷ്യം വന്നു. ഞാൻ നിങ്ങളുടെ മകളാണ്, അല്ലാതെ ജോലിക്കാരിയൊന്നുമല്ല. എനിക്കിനി ഇവിടുത്തെ ജോലിയൊന്നും ചെയ്യാൻ വയ്യെന്നും പറഞ്ഞു അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇതേ സമയം ഇവിടെ നായിക വലിയൊരു പൂന്തോട്ടത്തിന് നടുക്കുള്ള ഒരു ഊഞ്ഞാലിരുന്ന് എൻജോയ് ചെയ്യുവാണ്. അപ്പോഴാണ് ഫെയറി ഗോഡ്മദർ അവിടെയുള്ള ഒരു വലിയ പൂവിലേക്ക് ഒരു മന്ത്രം ചൊല്ലിയതും നായികയുടെ വീട് അതിലൂടെ കാണാൻ പറ്റുമായിരുന്നു. എന്നിട്ട് അവർ നായികയെ വിളിച്ചോണ്ട് നേരെ ആ വീടിന്റെ ഏറ്റവും മുകളിൽ പോയി. എന്നിട്ടൊരു വലിയ തലയണ നായികയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മഞ്ഞുകാലം തുടങ്ങാറായി. ഇപ്പോൾ മഞ്ഞ് പെയ്താൽ മാത്രമേ നിങ്ങളുടെ ഗ്രാമത്തിലെ ചില പൂക്കൾക്കും ചെടികൾക്കൊക്കെ വളരാൻ പറ്റൂ. നീ ഈ തലയണ എത്ര സ്പീഡിൽ അടിക്കുന്നോ അത്രയും മഞ്ഞായിരിക്കും നിന്റെ ഗ്രാമത്തിൽ കിട്ടുന്നത്. സാധാരണ എന്നും ഈ ജോലികളൊക്കെ ഞാനാ ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ നീ ഉള്ളത് കൊണ്ട് ഇത് നീ തന്നെ ചെയ്തോ. ഇതെല്ലാം കേട്ട നായിക വളരെ സന്തോഷത്തോടെ ആ തലയണ അടിക്കാൻ തുടങ്ങിയതും ആ തലയണയിലൂടെ മഞ്ഞ് നേരെ താഴേക്ക് പോയി ആ പൂവിലൂടെ നായികയുടെ ഗ്രാമത്തിൽ വീഴാൻ തുടങ്ങി. അവരുടെ ഗ്രാമത്തിൽ മഞ്ഞ് പെയ്യുന്നത് കണ്ടതും ലൂയിസിനും ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ ഒരുപാട് സന്തോഷമായി. അങ്ങനെ മഞ്ഞുകാലം കഴിഞ്ഞതും ഫെയറി ഗോഡ്മദർ നേരെ ചെന്ന് നായികയോട് പറഞ്ഞു, മതി മതി, ഇനി നീ തട്ടണ്ട. മഞ്ഞുകാലം കഴിഞ്ഞു, ഇതിനി അവസാനിപ്പിക്കാം. അതും പറഞ്ഞ് ആ പൂവിലൂടെ അവൾക്ക് അവളുടെ ഗ്രാമം കാണിച്ചു കൊടുത്തു. എന്നാൽ അതിലൂടെ അവളുടെ വീട് കണ്ടത് നായികയ്ക്ക് ഒരുപാട് സങ്കടമായി. നേരെ അവൾ അവിടേക്ക് പോയിരുന്ന് സങ്കടപ്പെട്ട് അവളുടെ വീട് വരയ്ക്കാൻ തുടങ്ങി. എന്നാൽ ഇതെല്ലാം ഫെയറി ഗോഡ്മദർ കാണുന്നുണ്ടായിരുന്നു. നേരെ അവളുടെ അടുത്തേക്ക് ചെന്ന് നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു. എനിക്ക് എന്റെ അമ്മയെ മിസ് ചെയ്യുന്നു, അമ്മയെ കാണണം. ഞാനിവിടെ വന്നിട്ട് ഏകദേശം 1 വർഷമായി. ഇനിയെങ്കിലും ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു വയ്ക്കോട്ടെ. സത്യം പറഞ്ഞാൽ നിന്നെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ എനിക്ക് ഒട്ടും മനസ്സില്ല. പക്ഷേ നിനക്ക് പോകണമെന്ന് പറയുമ്പോ എങ്ങനെ ഞാൻ വിടാതിരിക്കും? നീ സങ്കടപ്പെടണ്ട, നിന്റെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞുവിടാം. അതും പറഞ്ഞുകൊണ്ട് അവർ നായികയെ കെട്ടിപ്പിടിച്ചു. നായിക കിണറ്റിലേക്ക് ഒരു നൂൽ കെട്ടിട്ടില്ലേ, അതവർ അവളുടെ കയ്യിലേക്ക് തിരിച്ചു കൊടുത്തു. ദേ, അവിടെ ഒരു ആർച്ച് കണ്ടില്ലേ? ആ ആർച്ച് വഴി നടന്നുപോയാൽ നിനക്ക് നിന്റെ ഗ്രാമത്തിലെത്താം. ഏകദേശം 1 വർഷം നീ എന്റെ കൂടെ ഉണ്ടായിരുന്നു. നീ എനിക്ക് ചെയ്തു തന്നിട്ടുള്ള എല്ലാ സഹായങ്ങൾക്കുമുള്ള ഫലം നിനക്ക് നിന്റെ ഗ്രാമത്തിൽ ചെല്ലുമ്പോ കിട്ടും. അതും പറഞ്ഞുകൊണ്ട് ആ ഫെയറി ഗോഡ്മദർ നായികയെ ആർച്ചിലൂടെ പറഞ്ഞു വിട്ടു. ഇതേ സമയം ഇവിടെ നായികയുടെ ഗ്രാമത്തിൽ സ്നോവി എന്തോ കണ്ട് വളരെ സന്തോഷത്തോടെ ഓടിച്ചെല്ലുവാണ്. സ്നോവി മാത്രമല്ല, ആ ഗ്രാമത്തിലുള്ള എല്ലാവരും എന്തോ കണ്ട് ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുവാണ്. അവരെല്ലാം നോക്കി നിൽക്കുന്നത് മറ്റാരെയല്ല, നായികയെ തന്നെയായിരുന്നു. ഒരു സ്വർണ്ണ കളർ ഡ്രസ്സൊക്കെ ഇട്ട് അവളെ കാണാൻ തന്നെ ഒരു ദേവതയെ പോലെ ഉണ്ടായിരുന്നു. നായികയുടെ അമ്മയ്ക്കും നായിക തിരിച്ചു വരുന്നത് കണ്ടതും ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഗ്രാമത്തിലുള്ള എല്ലാവരും കൂടി അവളെ ചുറ്റി വളഞ്ഞ് ഇത്രയും നാളും അവൾ എവിടെയാണെന്ന് ചോദിച്ചു. അത് കേട്ട നായിക അവൾക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുത്തു. എന്നാൽ ഇവൾ പറഞ്ഞതൊന്നും അവിടെയുള്ള ആരും വിശ്വസിച്ചതേയില്ല. അപ്പോഴാണ് നായിക അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ നൂൽക്കെട്ട് അവിടെയുള്ള എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നത്. അത് മുഴുവനും ഇപ്പോൾ സ്വർണമായി മാറിക്കഴിഞ്ഞിരുന്നു. എല്ലാവരും അതെടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയതും അവർക്ക് മനസ്സിലായി ഇത് ഒറിജിനൽ സ്വർണമാണെന്ന്. ഈ സ്വർണം വിറ്റാൽ നമ്മുടെ എല്ലാ കടവും തീരുമെന്നും പറഞ്ഞ് നായികയുടെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. നായിക തിരിച്ചു വന്നതിൽ എല്ലാവർക്കും നല്ല സന്തോഷമുണ്ടെങ്കിലും ലൂയിസിന് മാത്രം ഒട്ടും സന്തോഷമില്ലായിരുന്നു. അന്ന് രാത്രിയേതും അവൾ നേരെ ചെന്ന് നായികയോട് ചോദിക്കുവാണ്, ശരിക്കും നീ പറഞ്ഞതെല്ലാം സത്യമാണോ? ഞാനെന്തിനാ നിന്നോട് കള്ളം പറയുന്നേ? ഞാൻ പറഞ്ഞത് എല്ലാം സത്യമാണ്. അത് കേട്ട ലൂയിസ് എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുവാണ്. അങ്ങനെ തൊട്ടടുത്ത ദിവസമായതും അവരുടെ ഗ്രാമത്തിൽ ഒരു വലിയ സെലിബ്രേഷൻ നടക്കുവാണ്. എന്നാൽ അവിടെയുള്ള എല്ലാ ചെക്കന്മാരും നിന്റെ കൂടെ ഞാൻ ഡാൻസ് ചെയ്യാമെന്നും പറഞ്ഞ് ഓരോരുത്തരായി വരുവാണ്. ഇതേ സമയത്ത് തന്നെയാണ് ആ ബേക്കറി കടക്കാരൻ നായികയുടെ അമ്മയുടെ കയ്യിൽ ഒരു ബ്രെഡ് ഉണ്ടെന്ന് കൊടുക്കുന്നത്. ഇതെന്റെ ഒരു പുതിയ റെസിപ്പിയാണ്, നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് കേട്ട നായികയുടെ അമ്മ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതും അവർക്കത് ഒരുപാടങ്ങ് ഇഷ്ടമായി. ഇത്രയും ടേസ്റ്റുള്ള ഒരു ബ്രെഡ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടേ ഇല്ല. എനിക്ക് ഈ ബ്രെഡ്
ഒരുപാടങ്ങ് ഇഷ്ടമായി. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഈ ബ്രെഡ് ഇഷ്ടപ്പെട്ടല്ലേ? അങ്ങനെയെങ്കിൽ ബാ എന്റെ കൂടെ ഒന്ന് ഡാൻസ് ചെയ്യും. അതും പറഞ്ഞ് ആ ബേക്കറി കടക്കാരൻ നായികയുടെ അമ്മയെ വിളിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുവാണ്. അങ്ങനെ അവിടെയുള്ള എല്ലാവരും വളരെ ഹാപ്പി ആ സെലിബ്രേഷനിൽ പങ്കെടുക്കുവാണ്. എന്നാൽ ലൂയിസിന് മാത്രം ഒട്ടും സന്തോഷമില്ല. എന്നിട്ട് അവൾ പതിയെ ആരും കാണാതെ എഴുന്നേറ്റ് പോയി നേരെ ആ കിണറ്റിനടുത്തെത്തി. അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ നൂൽക്കെട്ടിൽ കൈമുറിച്ച് അവൾ കുറച്ച് ബ്ലഡ് പറ്റിച്ച ശേഷം അതെടുത്ത് അവൾ കിണറ്റിലേക്ക് ഇട്ടു. എന്നിട്ട് അതിന് തൊട്ടുപിറകെ അവളും കിണറ്റിലേക്ക് എടുത്തു ചാടി. കുറച്ചു കഴിഞ്ഞതും നായിക എത്തിയ അതേ മായാജാല ലോകത്തിൽ ലൂയിസും എത്തിപ്പെട്ടു. അവിടെയുള്ള കാഴ്ചകളെ കണ്ടതും അവൾക്ക് മനസ്സിലായി മേരി പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന്. അപ്പോഴാണ് അവളുടെ കയ്യിലേക്ക് ഒരു പുഴു വന്നിരിക്കുന്നത്. എന്നിട്ട് ആ പുഴു അവളോട് സംസാരിക്കാൻ തുടങ്ങി. ഹായ്, നിന്റെ പേരെന്താ? ആദ്യമായിട്ട് ഒരു പുഴു സംസാരിക്കുന്നത് കണ്ടതും അവൾ ആദ്യമൊന്ന് ഞെട്ടിപ്പോയി. എനിക്ക് ഈ പുഴുക്കളെ ഒട്ടും ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് അവൾ ആ പുഴുവിനെ തട്ടി തെറിപ്പിച്ചു കളഞ്ഞു. അപ്പോഴാണ് ആ കാക്ക ഇങ്ങോട്ടേക്ക് പറന്നു വന്ന് അവളോട് സംസാരിക്കുന്നത്. അതും കൂടി കണ്ടതും ലൂയിസിനൊക്കെ ദേഷ്യം വന്നു. ഇവിടെ ഈ പുഴുവും കാക്കയൊക്കെ ഉള്ളോ? ഭംഗിയുള്ള ഒന്നും ഇവിടില്ലേ? നിന്നെ കണ്ടിട്ട് തന്നെ എനിക്ക് അറപ്പ് തോന്നുന്നു. എന്റെ അടുത്തുനിന്ന് പോകാൻ നോക്ക്. എന്നാൽ ഇത് കേട്ടതും ആ കാക്ക പറഞ്ഞു, നീ പറയുന്ന പോലൊന്നുമല്ല, എനിക്കറിയാം ഞാൻ സുന്ദരനാണെന്ന്. പിന്നെ എനിക്ക് പറ്റിയ നല്ലൊരു ജോഡിയെ ഞാൻ കണ്ടുപിടിച്ചു. ഉടനെ തന്നെ എന്റെ കല്യാണം കാണും. അതും പറഞ്ഞ് ആ കാക്ക അവിടുന്ന് പറന്നുപോയി. അങ്ങനെ അവൾ പിന്നെയും കുറച്ചു ദൂരം നടന്നു പോയപ്പോഴാണ് ആ അടുപ്പിൽ നിന്ന് ആരോ അവളെ രക്ഷിക്കണേന്നും പറഞ്ഞ് വിളിക്കുന്നത്. അത് കേട്ടതും അവൾ പതിയെ ആ അടുപ്പിനടുത്തേക്ക് ചെന്ന് അത് തുറന്ന് ഒരു ബ്രെഡ് മാത്രം പുറത്തെടുത്തു. എന്റെ വിശപ്പ് മാറ്റാൻ ഈ ഒരു ബ്രെഡ് മതി. അതും പറഞ്ഞുകൊണ്ട് അവൾ ആ ബ്രെഡ് കഴിക്കാൻ തുടങ്ങി. എന്നാൽ ബാക്കിയുള്ള ബ്രെഡൊക്കെ എന്നെ ഒന്ന് രക്ഷിക്കണേന്നും പറഞ്ഞ് അകത്ത് കിടന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു. ലൂയിസ് ആകട്ടെ അതൊന്നും മൈൻഡ് ആക്കിയതേ ഇല്ല. അങ്ങനെ ബണ്ണൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെയും അവൾ കുറച്ചു ദൂരം നടന്നു ചെന്നപ്പോഴാണ് ആ ആപ്പിൾ മരം എന്നെ രക്ഷിക്കണേന്നും പറഞ്ഞ് അവളെ അടുത്തേക്ക് വിളിക്കുന്നത്. അങ്ങനെ അവൾ പതിയെ അടുത്തേക്ക് ചെന്നതും ആ ആപ്പിൾ മരം പറഞ്ഞു, എന്റെ പഴങ്ങളെല്ലാം പഴുത്തു നിൽക്കുക. നീ ഈ ചിലയിൽ പിടിച്ച് ഒന്ന് കുലുക്കി കഴിഞ്ഞാൽ പഴുത്ത എല്ലാ ആപ്പിളും താഴെ വീഴും. അതോടെ എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടും. എന്നാൽ ലൂയിസ് അതൊന്നും കാര്യമാക്കാതെ നേരെ ആ മരത്തിനടുത്തേക്ക് ചെന്ന് അതിലെ ഒരാപ്പിൾ പറിച്ച് തിന്നാൻ തുടങ്ങി. നിന്നെ സഹായിച്ചിട്ട് എനിക്കൊരു പ്രയോജനവും ഇല്ലെന്നും പറഞ്ഞ് അവൾ അവിടുന്ന് നടന്നുപോയി. അപ്പോഴാണ് ആ പുഴു ചിത്രശലഭമായി മാറി അവളുടെ അടുത്തേക്ക് പറന്നു വരുന്നത്. അത് കണ്ടതും അവൾ ചോദിച്ചു, ഈ ഫെയറി ഗോഡ് മദറിന്റെ വീട് അതെവിടാന്ന് നിനക്കറിയാമോ? നീ എന്നെ തട്ടിത്തെറിപ്പിച്ചതല്ലേ? അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരാൻ ഒട്ടും താല്പര്യമില്ലെന്നും പറഞ്ഞ് ആ ചിത്രശലഭം അവിടുന്ന് പറന്നുപോയി. അങ്ങനെ കുറച്ചു ദൂരം നടന്ന് നായിക ഫെയറി ഗോഡ് മദറിന്റെ വീടിനടുത്തെത്തി. ഹായ് ലൂയിസ്, നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു. ബാ ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞ് നായികയ്ക്ക് കൊടുത്ത പോലെ അവൾക്ക് ഫുഡ് കൊടുക്കാൻ തുടങ്ങി. ഇതുപോലുള്ള ഫുഡ് നിനക്ക് ഡെയിലി വേണമെങ്കിൽ ഞാൻ പറയുന്ന ചില ചെറിയ ജോലികൾ ചെയ്യണം. ഇപ്പോൾ തൽക്കാലം ദേ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്ക്. എന്നാൽ ഇത് കേട്ടത് ലൂയിസ് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് ജോലി ചെയ്യാനൊന്നും വയ്യ. ഫുഡ് കഴിച്ചതല്ലേ ഉള്ളൂ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാനൊന്ന് കിടക്കട്ടെ. അതും പറഞ്ഞുകൊണ്ട് അവൾ കിടന്നുറങ്ങാൻ തുടങ്ങി. എന്നാൽ ഇവിടെ ഗ്രാമത്തിൽ ലൂയിസിനെ കാണാതായിട്ട് 7 ദിവസമായി. എന്നാൽ നായികയ്ക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അവൾ ഉറപ്പായിട്ടും ഈ കിണറ്റിൽ വീണതാണെന്ന്. അതുകൊണ്ട് തന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ അവൾ തിരിച്ചു വരുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് മാസങ്ങൾ കടന്നുപോയി. ഇതേസമയം ഇവിടെ ഫെയറി ഗോഡ് മദർ ലൂയിസിനോട് ഒരു ജോലി ചെയ്യാൻ പറഞ്ഞു. ജോലി ചെയ്യാൻ ഞാൻ ഇവിടുത്തെ വേലക്കാരിയൊന്നുമല്ല. എന്റെ ചേച്ചിക്ക് നീ സൂപ്പർ ഡ്രസ്സ് കൊടുത്തതൊക്കെ ഞാൻ അറിഞ്ഞു. എനിക്ക് മാത്രം നീ ഇതുവരെ ഒന്നും തന്നില്ല. അതും പറഞ്ഞ് അവൾ അവിടുന്ന് പോയി. അങ്ങനെ പിന്നെയും മാസങ്ങൾ കടന്നുപോയി. ലൂയിസ് അവിടെ ഒരു ജോലിയും ചെയ്യാതെ ഫുൾ ടൈം ഉറക്കമായിരുന്നു. അങ്ങനെ മഞ്ഞുകാലം സ്റ്റാർട്ടായി. ഫെയറി ഗോഡ് മദർ ലൂയിസിനെ വിളിച്ചുകൊണ്ട് പോയി അവളുടെ കയ്യിൽ ഒരു തലയണ കൊടുത്തിട്ട് അത് നന്നായി തട്ടാൻ പറഞ്ഞു. എന്നാൽ ലൂയിസ് ആ ജോലി കുറച്ചു നേരം ചെയ്തിട്ട് എനിക്ക് വയ്യ, കൈ വേദനിക്കുന്നു പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോയി. എന്നാൽ ഇവൾ പോയത് കൊണ്ട് തന്നെ നായികയുടെ ഗ്രാമത്തിൽ ഒട്ടും മഞ്ഞ് പെയ്യുന്നേ ഇല്ല. അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞതും മഞ്ഞുകാലം കഴിഞ്ഞു. ലൂയിസ് ഇപ്പോൾ ആ മായാജല ലോകത്തിലെത്തിയിട്ട് ഏകദേശം 1 വർഷമായി. അപ്പോഴാണ് ആ കാക്ക വന്ന് ഫെയറി ഗോഡ് മദറിനോട് പറയുന്നത്, ഇവളിവിടെ ഒരു പണിയും ചെയ്യാതെ ഫുൾ ടൈം ഉറക്കമാണല്ലോ, എന്തിനാ ഇവളിവിടെ നിർത്തിക്കുന്നത്, പറഞ്ഞു വിട്ടൂടെ? ഇത് കേട്ട ഫെയറി ഗോഡ് മദർ നേരെ ലൂയിസിനടുത്ത് നിന്ന് പറഞ്ഞു, മതി മതി, നിനക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. അത് കേട്ടതും ലൂയിസിന് ഒരുപാട് സന്തോഷമായി. എന്നിട്ട് അവൾ കിണറ്റിലിട്ട ആ ഒരു നൂല് അവൾക്ക് തന്നെ തിരിച്ചു കൊടുത്തു. ഇതിപ്പോഴും നൂല് തന്നെയാണല്ലോ, ഇതിതുവരെ സ്വർണമായി മാറിയില്ലേ? ഇതെന്താ സ്വർണമായി മാറാത്തെന്ന് ലൂയിസ് അവരോട് ചോദിച്ചു. അതൊക്കെ നിനക്ക് പതിയെ മനസ്സിലായിക്കോളും. ഈ ലോകത്തിൽ നീ ചെയ്ത എല്ലാത്തിനുമുള്ള ബലം നിന്റെ ലോകത്തിൽ നിനക്ക് തിരിച്ചു കിട്ടും. പിന്നെ ഒരു കാര്യം കൂടി നീ ഓർമ്മ വെച്ചോ, ഒന്നും ഒന്നിന്റെയും അവസാനമല്ല. ഓരോ ദിവസവും നിനക്ക് തന്നിട്ടുള്ള പുതിയൊരു ആരംഭമാണ്. നീ എപ്പോൾ വേണമെങ്കിലും മാറാം. പക്ഷേ മാറുന്നതും മാറാത്തതുമെല്ലാം നിന്റെ കയ്യിലാണുള്ളത്. എന്നാൽ ഇവര് പറഞ്ഞതൊന്നും ലൂയിസിന് മനസ്സിലായതേ ഇല്ല. നിങ്ങൾ എന്തായി പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലായില്ല. ആദ്യം ഞാൻ എങ്ങനെ പുറത്തേക്ക് പോകുന്ന അത് പറ. ദേ ആ കാണുന്ന ആർച്ച് കണ്ടോ? അതുവഴി പോയാൽ നിനക്ക് നിന്റെ ഗ്രാമത്തിലെത്താം. അത് കേട്ട ലൂയിസ് വളരെ സന്തോഷത്തോടെ ആ ആർച്ച് വഴി നടന്നുപോയി. ഇതേ സമയം ഇവിടെ നായികയുടെ ഗ്രാമത്തിൽ എല്ലാവരും എന്തോ കണ്ട് ആകെ ഷോക്കായി നിൽക്കുവാണ്. എന്താന്ന് വെച്ചാൽ ലൂയിസ് അങ്ങോട്ടേക്ക് തിരിച്ചു വന്നതാണ്. എന്നാൽ നായിക വന്ന ലുക്കിലൊന്നുമല്ല അവൾ വന്നത്. എല്ലാം നേരെ തിരിച്ചായിരുന്നു. ദേഹം മുഴുവൻ അഴുക്ക് പിടിച്ച് ഒരു ഭ്രാന്തി പോലെയായിരുന്നു അവൾ അങ്ങോട്ടേക്ക് വന്നത്. അവളുടെ ഈ കോലം കണ്ട് അവിടെയുള്ള എല്ലാവരും അവളെ നോക്കി ചിരിക്കാൻ തുടങ്ങി. എന്നാൽ വീട്ടിലേക്ക് ചെന്ന ലൂയിസ് എത്രയൊക്കെ കുളിച്ചിട്ടും അവളുടെ ദേഹത്തെ അഴുക്ക് പോകുന്നേയില്ല. എന്നാൽ ഇതെല്ലാം കണ്ട നായികയ്ക്ക് ആകെ സങ്കടമായി.
അവൾക്ക് ഫെയറി ഗോഡ് മദർ കൊടുത്ത ഒരു സ്വർണ്ണ കളർ ഡ്രസ്സില്ലേ അതെടുത്ത് അവൾ ലൂയിസിന് കൊടുത്തു. എന്നാൽ ലൂയിസ് അത് വാങ്ങി ഇട്ട് കഴിഞ്ഞതും ആ ഡ്രസ്സ് പെട്ടെന്ന് അഴുക്ക് പിടിച്ചതുപോലെയായി. ആകെ സങ്കടപ്പെട്ടവൾ പുറത്തേക്ക് ചെന്നപ്പോഴുത എല്ലാ വർഷവും നടക്കുന്ന ആ ഒരു സെലിബ്രേഷൻ നടക്കുന്നു. ലൂയിസ് നേരെ ചെന്ന് അവിടെയുള്ള ഒരു പയ്യനോട് ചോദിച്ചു, നമുക്ക് രണ്ടുപേർക്കും ഒന്ന് ഡാൻസ് ചെയ്താലോ? എന്നാൽ ആ പയ്യൻ ലൂയിസിനെ നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ കൂടെ ഞാൻ ഡാൻസ് ചെയ്യാനോ? നിന്നെ കണ്ടിട്ട് ഒരു ഭ്രാന്തിയെ പോലെ ഉണ്ട്, എനിക്ക് നിന്റെ കൂടെ ഡാൻസ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. അതും പറഞ്ഞ് ആ പയ്യൻ അവിടുന്ന് പോയി. ഇതും കൂടി ആയതും ലൂയിസ് ആകെ തകർന്നുപോയി. ആകെ സങ്കടപ്പെട്ടവൾ അവിടെ ഇരിക്കുമ്പോഴാണ് ഫെയറി ഗോഡ് മദർ അവസാനമായി പറഞ്ഞ കാര്യം അവൾക്ക് ഓർമ്മ വന്നത്. ഒന്നും ഒരവസാനമല്ല, എല്ലാം ഒരാരംഭമാണെന്ന്. നിനക്ക് മാറണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നിനക്ക് മാറാം. ആ കാര്യങ്ങളെല്ലാം ലൂയിസിന് ഓർമ്മ വന്നതും ഇത്രയും കാലമായി അവൾ എന്തൊക്കെ തെറ്റ് ചെയ്തു കൂട്ടിയെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോഴാണ് അവളെ കാഴ്ച കാണുന്നത്. ഒരു ചിത്രശലഭം ഒരു ചിലന്തി വലയിൽ കുടുങ്ങിക്കിടക്കുന്നു. ലൂയിസ് പതിയെ അതിനടുത്തേക്ക് ചെന്ന് ആ ചിത്രശലഭത്തെ വലയിൽ നിന്ന് രക്ഷപ്പെടുത്തി വിട്ടു. തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ അവളുടെ ദേഹത്തുള്ള അഴുക്കുകളൊക്കെ കുറേശ്ശെ പോകാൻ തുടങ്ങി. അതേപോലെ തന്നെ സ്നോവി കാലിൽ എന്റെ പരിക്ക് പറ്റി വീട്ടിലേക്ക് ഓടിയെത്തി. അയ്യോ, ഇവന് കാലിന് എന്തു പറ്റിയെന്നും പറഞ്ഞ് ലൂയിസ് അവന്റെ കാൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴുത കാലിൽ ചെറിയൊരു മുള്ളു കൊണ്ടതാണ്. അവൾ ആ മുള്ളെടുത്ത് മാറ്റി സ്നോവിയെ വിട്ടതും അവൾ പതിയെ പതിയെ പഴയതുപോലെ ആകാൻ തുടങ്ങി. എന്നിട്ട് അവൾ നേരെ നായികയുടെ അടുത്തേക്ക് ചെന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബട്ടൺ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയില്ലേ, അത് നായികയുടെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്തു. നിന്റെ കയ്യിൽ നിന്ന് ഇത് ഞാൻ വാങ്ങാൻ പാടില്ലായിരുന്നു, ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഇത് നീ തന്നെ വെച്ചോ. എന്നാൽ അത് കേട്ടത് നായിക പറഞ്ഞു, നിനക്ക് തിരിച്ചു തരാൻ ഒരു മനസ്സുണ്ടായല്ലോ, അത് മതി, അതുകൊണ്ട് ഇത് എന്റെ ഒരു സമ്മാനമായി നീ തന്നെ വെച്ചോ. അങ്ങനെ ലൂയിസ് അതെടുത്ത് അവളുടെ ഡ്രസ്സിലിട്ടതും അവളുടെ എല്ലാ ശാപവും മാറി അവൾ വീണ്ടും പഴയ പോലെയായി. നേരത്തെ ഒരു പയ്യൻ അവളോട് ഡാൻസ് ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞില്ലേ, ആ പയ്യൻ തിരിച്ച് അവളുടെ അടുത്തേക്ക് വന്ന് അവളോട് ഡാൻസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ ഡാൻസ് ചെയ്യുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.